വാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് യാത്രാമൊഴി നൽകി നാട്. മരിച്ച 8 പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ആയിരക്കണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. ഒന്നര മണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ അവസാനമായി സ്വന്തം വീടുകളിലേക്ക്. ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. സാജിദ ടീച്ചറുടെയും ഷക്കീല ടീച്ചറുടെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പാങ് പള്ളിപ്പറമ്പിലെ വലിയ ജുമാ മസ്ജിദിൽ ഖബറടക്കി. 1 മണിയോടെ റംല ടീച്ചറുടെ മൃതദേഹവും ഖബറടക്കി. സുഹറ ടീച്ചറുടെയും മകൻ ഹിഷാമിന്റെയും മൃതദേഹം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയത്. മജീദ് മാഷിനും ഭാര്യ റുഖിയക്കും മാട്ടാത്ത് ജുമാ മസ്ജിദിലാണ് ഖബർ ഒരുക്കിയത്. ആശ ടീച്ചറുടെ മൃതദേഹം ഉച്ചയോടെ കുളത്തൂർ കുറുപ്പത്താലിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. രാമ 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 ഹരേ രാമ ഹരേ രാമ രാമ രാമ. പ്രധാനാധ്യാപിക അജിത ടീച്ചറുടെ മൃതദേഹം വൈകുന്നേരത്തോടെ ഷൊർണൂരിലെ ശാന്തിതീരം ശ്മശാനത്തിലും സംസ്കരിച്ചു. ഇനി ഒരിക്കലും തിരിച്ചു വരാതെ അവർ മടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ സ്കൂൾ മുറ്റത്തെ അവരുടെ ഓർമ്മകൾക്ക് മരണമില്ല. യൂനുസ് അഹമ്മദിനും സലാം മുഹമ്മദിനുമൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.